അല്ല നിങ്ങളെ തല വിരമിച്ച അങ്ങനൊക്കെ വിചാരിച്ചു തല മാത്രമാണ് മോശമാകുന്നത്. നിങ്ങളെ ടീം എല്ലാവരും മോശമാണ്. തല മാത്രത്തിൽ അല്ല ഞാൻ തല സ്റ്റംപ് ചെയ്യുന്നു, തല സിക്സ് അടിക്കുന്നു, തല വരുന്നു, തല പോകുന്നു, ഇത് മാത്രമേ സിക്സ് അടിച്ചിരിക്കുന്നത്. അത് വേറെ കാര്യം മാത്രമല്ല, നിങ്ങൾ എല്ലാവർക്കും ഒരു പറച്ചിലുണ്ട്, 2 ബോൾ ഉണ്ടെങ്കിൽ തല ഇറങ്ങും. കഴിഞ്ഞ കളി 11ാമത്തെ അവസാനം വരെ അവിടെ ഒന്നുമില്ലേ, സിക്സ് അടിച്ചില്ല, സിക്സ് അടിച്ചു ഫുൾ ടെസ്റ്റ് കളിച്ചാൽ വന്നൊക്കെ. അതിപ്പോ ബാക്കി എല്ലാവരും ടെസ്റ്റ് അല്ലേ കളിച്ചത്. വിജയശങ്കർക്ക് എന്താണ് എന്തൊരു ബോറിംഗ് തന്നെ പറയാം. മുട്ടി 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 ആൾക്കാരെ ചടപ്പിച്ച് നിങ്ങൾക്ക് ജയിക്കണം എന്നില്ല. അത് നിങ്ങളെ നാട്ടില് ഞങ്ങളുടെ നാട്ടിൽ വലിയ കോട്ട മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചാബിൽ ഇപ്പൊ ഒരു കളിയല്ല നടന്നത്. ആരേച്ചി അത് നിങ്ങൾ തോറ്റ്, രാജസ്ഥാൻ ജയിച്ചു പോയി. അപ്പൊ പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ തോറ്റു, നാട്ടിൽ നിങ്ങൾ തോറ്റു, അത്ര തന്നെ ഇപ്പൊ അതിന് പറയാനുള്ളൂ. മുല്ലാൻപൂരിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞ കളി, അത് നിങ്ങൾ മറക്കണ്ട. മാത്രല്ല ആ രാജസ്ഥാൻ റോയൽസ് തപ്പി തപ്പി നിൽക്കുന്ന ടീം തീർത്ത് സഞ്ജു കാണിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ഈ കളി ഞങ്ങളാണ് ഇപ്പൊ മുന്നിലുള്ളത്. എന്തൊക്കെ മുന്നിൽ നിങ്ങൾ വളരെ താഴത്താണ്, നോക്കി എത്തൂല, അത്രയും താഴത്താണ്. അതൊക്കെ കേറും. ഞങ്ങളെ പെപ്സിമാനൊക്കെ എന്തൊരു കളിയാണ്. പെപ്സിമാനും ആരെയും കൂടിയുള്ള ഓപ്പണിംഗ് ഒക്കെ ഇന്ത്യൻ ചെക്കന്മാര് കഴിഞ്ഞ കളി ആരും ഒരു സൈസും ആക്കിയിട്ടില്ല. കൊറേ കാലത്തിന് ശേഷം 2 അടി മാക്സ്വെല് നല്ല കളിയല്ലേ. എന്തടിയെന്ന് കഴിഞ്ഞ കളി തോറ്റെന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ കൂട്ടത്തിൽ മൂപ്പര് ഭയങ്കര കളിയാണ്. കളി തോറ്റാണ്ട് അടിച്ചിട്ട് ഇപ്പത്തെ കാര്യം. അതുകൊണ്ട് ഒന്നും ഇപ്പൊ പറ്റുന്നില്ല. പണ്ടൊക്കെ വലിയ ആൾക്കാരനെ ഓസ്ട്രേലിയൻ മൈറ്റിത്തരാണ് മൊത്തം. ആ മൈറ്റിത്തരാണ് കഴിഞ്ഞ കളിയിൽ തീരുമാനമാക്കിയത് സഞ്ജുവിന്റെ കുട്ടി. അത് ഞാൻ പറഞ്ഞില്ലേ, സഞ്ജു വന്നതിന്റെ ഒരു ആവേശത്തിൽ ഒരു ജയിച്ചു, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് പാളിയെന്നല്ലേ ഉള്ളൂ. ഇവിടെ സഞ്ജു അല്ല, തലയാണ്. തലയാണെങ്കിൽ സഞ്ജുവിന്റെ മുമ്പിൽ നിങ്ങൾ തോറ്റിക്കണമെങ്കിൽ തലന്റെ മുമ്പ് നിങ്ങൾ ആടപാടെല്ലാം 100 നിങ്ങൾ തോറ്റൂല. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഡൗട്ടില്ല. പിന്നെ നമ്മളെ ബദിരാനി മറ്റേ ഖലീൽ അഹമ്മദൊക്കെ സൂപ്പർ ആടാ. ഇതൊക്കെ കൂടി നോക്കുമ്പോ നിങ്ങൾക്ക് ആരപ്പേര് അല്ലേ, അർഷദീപ് മാത്രല്ലേ ഉള്ളൂ, വേറെ ഉള്ളവരൊക്കെ കണക്ക് തന്നെയാണ്. ചാലിനൊക്കെ എന്നും കിട്ടലാണ്. ആവശ്യമുള്ള സമയത്ത് വിക്കറ്റ് എടുത്തിരിക്കും. ഞങ്ങളെ ഗെയ്ക്വാദും ഇവനും കൂടിയാണ് ടച്ച് ചെയ്ത്. ഇപ്പൊ കോൺവേ കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയിട്ടുള്ളൂ, ഫോം ആയിട്ടില്ല എന്നല്ലേ, ഒരൊറ്റ കളിയിൽ കളിച്ചിട്ടുള്ളൂ. ഈ കളി കാണാം കോൺവോയും നമ്മളെ രവീന്ദ്രനൊക്കെ പോയി കഴിഞ്ഞു. 2 കളി നന്നായി കളിച്ചല്ലോ. അപ്പൊ കോൺവോയ് കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയിട്ടുള്ളൂ. ഓൺലൈൻ നിങ്ങൾ കണ്ടോളി. കോൺവേ ഒക്കെ പ്രൂവ് ചെയ്ത കളിക്കാരനാ. 2 കളി തോറ്റ് വിചാരിച്ചാണ്ട് നിങ്ങൾ CSK എഴുതി തള്ളുകയാണെങ്കിൽ നിങ്ങൾക്ക് പഴച്ചു. ശിവന്ത്യൂബ് ഒക്കെ ഉണ്ടാവും ഒരു അടി, അന്ന് അടിച്ചാൽ നോക്കണ്ട. ഇടക്കിടക്ക് ഭയങ്കര തീപ്പന്ത് വരാണ്ട് ഭയങ്കര സ്പീഡ്, അതൊന്നും കിട്ടൂല. നിങ്ങൾക്കൊന്നും അടിക്കാൻ കിട്ടൂല, വെറുതെ ഇങ്ങനെ വരുന്നേ. എന്തേ തല വരെ 6 അടിച്ചു കഴിഞ്ഞ കളിയില്, ഈ കളിയിൽ തല വരെ പറഞ്ഞ തല അടിച്ചില്ല നിങ്ങൾ പറഞ്ഞോണ്ട്. തല വരെ എന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്, നിങ്ങള് വേറെ അർത്ഥത്തിൽ കാണണ്ട. തല എന്ന് പറഞ്ഞാൽ 43 വയസ്സായ ഒരു മനുഷ്യൻ വന്നിട്ടാണ് ആ 6 അടിച്ചത്. ചെറുപ്പക്കാരനായ കീപ്പർ ആണല്ലോ. ഈ തവണ കണ്ടില്ലേ, കഴിഞ്ഞ കളിയില് മറ്റേ ജഡേജ എറിഞ്ഞു കൊടുത്ത ത്രോ എടുത്താണ്ട് റൺഔട്ട് ആക്കിയ കണ്ടില്ലേ, ആ കെജാതിരുന്നേ പ്രചരിപ്പിച്ച മൂപ്പര് വിരമിക്കുന്ന ആയിട്ടില്ല. അടിച്ചിട്ടാണ് കൊള്ളണില്ലല്ലോ. അടിച്ചിട്ട് കൊള്ളുന്ന പറഞ്ഞാലേ അതിന് മുമ്പത്തെ കളി നല്ല അടി അടിച്ചാ. കഴിഞ്ഞ കളി ആരും അടിച്ചില്ല, മൂപ്പരും അടിച്ചില്ല. റിഫ്ലക്സ് ആക്ഷൻ കുറയാണെങ്കിൽ സ്റ്റംപിങ്ങിലേക്ക് കുറഞ്ഞിട്ടില്ലല്ലോ. സ്റ്റംപിങ് അല്ല പറഞ്ഞത്, ബാറ്റിംഗ്. അല്ല അപ്പൊ ഇന്നാ പിന്നെ റിഫ്ലക്സ് ആക്ഷൻ കുറെ ഉള്ള ആൾക്കാരായിരുന്നല്ലോ, മറ്റേ വിജയ് ശങ്കറും മറ്റേ ഇവരൊക്കെ ടീമല്ലേ. അപ്പൊ അതാ പറഞ്ഞേ, നിങ്ങൾ ഒരാളെ മാത്രം മൊത്തത്തിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് തോൽപ്പിച്ചാൽ പറ്റും. നിങ്ങൾ ഇത്രയും കാലം കപ്പെടുക്കാത്ത ടീമല്ലേ, അതോ എന്തൊക്കെ കപ്പെടുത്തില്ലല്ലോ. ഞങ്ങൾ എല്ലാ കൊല്ലം ഇങ്ങനത്തെ ടീമായിട്ട് വന്നിട്ട് തന്നെയാണ് കപ്പ് കൊണ്ടുപോയിട്ടുള്ളത്. ഞങ്ങളെ കൊണ്ട് അതിന് കെജും ചെയ്തു, ഞങ്ങളെ ചെജും ചെയ്തു.